ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഉണ്ടപ്പൊരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 6 പീസ് ചെറുപഴമാണ്. അതിലേക്ക് 1 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ നല്ല ജീരകം, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് സാൾട്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയാണുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് ആട്ടപ്പൊടിയും ഒരു 1/2 കപ്പ് മൈദയുമാണ്. ഇനി മൈസൂർ പഴം, ഇത് ഞാൻ കൂടുതൽ പഴുത്ത പഴമുള്ളത് കൊണ്ട് റെഡിയാക്കി എടുക്കുന്ന ഡിഷാണ്. അതേപോലെ തന്നെ ഇനി നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. ചക്കപ്പഴത്തിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതേ മിക്സിയിൽ തന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നല്ലതുപോലെ മൂടി അടച്ച് വെക്കാം. അതിനുശേഷം വൈകിട്ട് ഫ്രൈ ചെയ്യാൻ എടുത്തപ്പോഴുള്ള മാവാണിത്. അപ്പോൾ അത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഫ്ലെയിം കൂടാതെ ശ്രദ്ധിക്കണം. കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാകുമ്പോൾ ഇത് നല്ലതുപോലെ ഉള്ളെല്ലാം നല്ലതുപോലെ കുക്കായി വരും. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇട്ട ആ സമയം തന്നെ മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഒന്ന് കുറച്ച് കഴിയുമ്പം ഓയിലിന് മുകളിലേക്ക് അത് പൊന്തി വരും. ആ സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു സ്നാക്സാണ്. എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ഒരു ഈർക്കൽ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം പൊടി മേലെ വരുന്നില്ലെങ്കിൽ അത് കുക്കായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റൈനറിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ ഡിഷ് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ടപ്പൊരി. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ട്രൈ ചെയ്ത് നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണം. അതേപോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.